ഈ പുതുവർഷം നമുക്ക് പുതുമയുള്ളതാകണമെങ്കിൽ, മറ്റുള്ളവർ നേരുന്ന ആ ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ കുറവുകളെ ബോധപൂർവം കുറച്ച് മാറ്റിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ഒരു കുടുംബം പോയി കളിച്ച് സന്തോഷിച്ച് അവർ രണ്ടും കൂടെ ഇങ്ങനെ ആടി പാടി എന്നെ രസമാണ്. മക്കളും അവർക്ക് എന്തിൻ്റെ കുറവാണ് അല്ലേ? മാറി നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ ഇയർ അല്ലേ? എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നല്ലൊരു സന്തോഷപ്രദമായ ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു. സത്യത്തിൽ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് റെഡിയായതാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു ചിന്ത വന്നത്. അത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കട്ടെ. കാരണം എനിക്ക് ഇത്രയധികം സുഹൃത്തുക്കൾ, നല്ലൊരു സൗഹൃദ വലയം എനിക്ക് എൻ്റെ സാലി റോസിലൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ഞാനൊരു കുഞ്ഞു കാര്യം, അത് ഏതാണ്ട് ഒരു 20 വയസ്സ് മുതൽ ഒരു 80 വയസ്സ് വരെയുള്ള പ്രേക്ഷകർ എനിക്കുണ്ട്. അതിലൊരു 80% സ്ത്രീകളും 20% പുരുഷന്മാരും. അപ്പം ഒരു ചെറിയൊരു സന്ദേശം. എന്നെ പോലെ നിങ്ങളെല്ലാവരും ഒരു 100 ഹാപ്പി ന്യൂ ഇയർ എങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് ഒക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. അതുപോലെ 100-ൽ കൂടുതൽ ഹാപ്പി ന്യൂ ഇയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ്. എനിക്കൊരു 100 ഹാപ്പി ന്യൂ ഇയറിൽ കൂടുതൽ എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്. ഞാനും അയച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ഒരു വന്ന പിക്ചറിനെ ഫോർവേഡഡ് മെസ്സേജ് തിരിച്ചയക്കത്തില്ല. അത് പോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എഴുതി അയക്കും, ഹാപ്പി ന്യൂ ഇയറിന് എഴുതി അയക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതലും ചെയ്യാറില്ല. അപ്പം അത് നമ്മുടെ സൗകര്യം, അതല്ല നമ്മുടെ വിഷയം. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. 100 കണക്കിന് ഹാപ്പി ന്യൂ ഇയർ അയച്ചാലോ 150-ൽ കൂടുതൽ ഹാപ്പി ന്യൂ ഇയർ നമുക്ക് വന്നാലോ നമ്മുടെ പുതിയ വർഷം ഹാപ്പി ആകുമോ? വലിയ ചോദ്യമല്ലേ? അത് വേണ്ടായിരുന്നില്ലേ? സത്യത്തിൽ ആലോചിച്ച് നോക്കിയേ. പറയാൻ നല്ല രസമാണ്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. രസമാണ്, പറയാനൊരു സന്തോഷം. ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അതിനേക്കാട്ട് രസം, കേൾക്കുന്നവർക്ക് സന്തോഷം. സത്യത്തിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ ആവുമോ? അതാണ് എൻ്റെ ഒരു ചെറിയ ചിന്ത. അധിക സമയം മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകത്തില്ല. വരുന്ന വർഷം അല്ലെങ്കിൽ ഈ വർഷം ഹാപ്പി ആയിരിക്കണം എന്ന്, അല്ലെങ്കിൽ ഇത് പുതുക്കപ്പെടണം എന്ന് ഞാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഒരിക്കലും ഈ ഇയർ ഹാപ്പി ന്യൂ ഇയർ അല്ല, അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിന് നമുക്കേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. ബോധപൂർവം നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഈ പുതിയ വർഷം ഹാപ്പി ന്യൂ ഇയർ ആയിട്ട്, സന്തോഷമുള്ള ഇയർ ആയിട്ട് മാറത്തുള്ളൂ. എനിക്ക് തോന്നിയതാണ്. ഞാൻ അങ്ങനെ ഒരു മോട്ടിവേഷൻ ടോക്കറോ ഒന്നുമല്ല. സാധാരണ നിങ്ങളെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, ഒരു അധ്യാപിക, ഇപ്പം ഞാനൊരു യൂട്യൂബറും കൂടെയാണെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇച്ചിരി കാര്യം പങ്കുവെച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നെനിക്കൊരു തോന്നൽ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ വർഷം, ഈ വരുന്ന വർഷം എനിക്ക് പുതുമയുള്ളതായിരിക്കണം. എന്താ പുതുമ? ഇതുവരെയും തുടർന്നതിനേക്കാൾ സ്വല്പം കൂടി മെച്ചപ്പെടുത്തി എനിക്കത് പുതുക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇനി ആഗ്രഹിച്ചാൽ മതിയോ? ബോധപൂർവം ആഗ്രഹിച്ചാൽ പോരാ. ബോധപൂർവം നമ്മളത് നിറവേറ്റിയെങ്കിൽ മാത്രമേ ഈ വർഷം നമുക്ക് പുതിയതായിട്ട് മാറത്തുള്ളൂ. അതിന് നമുക്ക് കുഞ്ഞു ചില കാര്യങ്ങൾ, വിട്ടുവീഴ്ചകൾ, നമ്മളിലെ മാറ്റങ്ങൾ എന്തൊക്കെ വരുത്താൻ കഴിയും? ചെറിയ 3-4 കാര്യം, എൻ്റെ മനസ്സിൽ തോന്നിയ 3-4 കാര്യം. ആഴത്തിലുള്ള ഒരുപാട് ചിന്തകളും ഒരുപാട് നല്ല ടോക്കുകളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാനും ഒക്കെ കിട്ടും. എനിക്ക് തോന്നിയത്, നമ്മൾ എന്താണോ, നമ്മൾ ആരാണോ, അല്ലേ? അതായത് നമ്മിൽ എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല, അല്ലേ? അത് ശരിയല്ലേ? അപ്പം നമ്മളിലുള്ളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, അതെങ്ങനെ പകർന്നു കൊടുക്കാൻ? ഒരു ചെറു പുഞ്ചിരിയോടുകൂടി. സ്വമേധയാ നമുക്ക് ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രം തന്നിരിക്കുന്ന വികാരമാണ്, അല്ലേ? ഈ ചെറു ചിരിയോടുകൂടി മറ്റുള്ളവരോടൊന്ന് സംസാരിക്കാൻ, മറ്റുള്ളവർക്ക് ആ ആശയം ഒന്ന് കൈമാറാൻ, മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്താൻ, അവരുടെ വേദനയിൽ ഒന്ന് ചെറുതായിട്ട് പങ്കുചേരാൻ
നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് നമ്മളിലെ ആദ്യത്തെ മാറ്റമാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞു ഒരു ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ, പുതുക്കപ്പെടണം. കഴിഞ്ഞ വർഷം ഇന്നലെ വരെ നമ്മളിൽ ഉണ്ടായിരുന്ന, നമുക്ക് മാറ്റാൻ കഴിയാതിരുന്ന ചില ചിന്തകളെ, ചില പെരുമാറ്റങ്ങളെ കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് ഇച്ചിരി നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ബോധപൂർവം ആഗ്രഹിക്കണം. ഇന്നു മുതൽ ഞാനതിന് മുൻകൈ എടുക്കണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എവിടെ ആയിരിക്കുന്നോ, കുടുംബിനികളാണ് അല്ലേ, 99% വിവാഹം കഴിച്ചവർ, മക്കളായി, കൊച്ചുമക്കളായി, അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആദ്യം നമ്മുടെ വീട്, നമ്മളായിരിക്കുന്ന ഇടം മനോഹരമാക്കാൻ ശ്രമിക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ ചിന്ത എന്ന് പറയുന്നത്, വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ഒരു കുടുംബം പോലുമില്ല. ചിലപ്പം ചില വർഷങ്ങളിൽ, ചില കാലഘട്ടങ്ങളിൽ കൂടുതലായിരിക്കും, പിന്നെ അത് മാറി കുറച്ചുകൂടി സന്തോഷമാകും. അതിങ്ങനെ പലരിൽ ഒരു തരംഗം പോലെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ അവരെ കണ്ടോ, അവരെത്ര സന്തോഷവതിയാണ്, നല്ല ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് അവർ രണ്ടും കൂടെ ഇങ്ങനെ ആടി പാടി, എന്നെ രസമാണ് മക്കളോ, അവർക്ക് എന്തിൻ്റെ കുറവാണ് അല്ലേ? മാറി നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കുറവില്ലാത്തവരാരുമില്ല. പക്ഷേ ആ കുറവിനെ അംഗീകരിച്ച് അത് നമ്മൾ സഹിക്കേണ്ടതാണ്, നമ്മൾ അംഗീകരിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ കുറവ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രകടമാക്കേണ്ട ആവശ്യമില്ല. ആ കുറവില്ലാത്തവരാരും ഈ ലോകത്തില്ല. ഉണ്ടോ? കുറ്റങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ആരുമില്ല. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം, നമ്മുടെ കുറവുകളെ, നമ്മുടെ വേദനകളെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ്. ആ വേദനകൾ എന്നും തീരാ ദുഃഖമായി അല്ലേ? ചില വേർപാടുകൾ, ചില രോഗങ്ങൾ നമുക്ക് സഹിക്കത്തില്ലാത്ത വേദനകൾ തരുന്നതാണ്. ഒക്കെ ശരിയാ, ആ വേദന നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ, നമ്മൾ സഹിച്ചേ പറ്റൂ. പക്ഷേ നമ്മുടെ ജീവിതം മുഴുവൻ അനുദിനം നമ്മൾ അതിൽ ഉരുകി എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്ക് അങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ, അവരെ എല്ലാം നോക്കിക്കേ, അവർക്കൊന്നും കുഴപ്പമില്ല, അങ്ങനെ ചിന്തിച്ചാൽ ആർക്കാ ദോഷം? അവർക്കല്ല, നമുക്കാ. നമ്മൾ ഓരോ ദിവസവും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി എന്നും അതിൽ നീറി നിൽക്കാതെ, നീറേണ്ടത് നീറണം, വേദനിക്കണം, എങ്കിലും അതിൽ തന്നെ നമ്മൾ കിടക്കാതെ നമുക്കതിൽ നിന്ന് ക്രമമായ അല്ലെങ്കിൽ പടിപടിയായ മോചനം വേണം. ആ മോചനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാനും ഇന്നായിരിക്കുന്ന അവസ്ഥയോട് പൊരുത്തപ്പെടാനും നമുക്ക് കഴിയത്തുള്ളൂ. അപ്പം 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ഭർത്താക്കന്മാർ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കും അല്ലേ? വഴക്കുണ്ടാക്കാത്തവരാരാവുള്ളത്? വഴക്കുണ്ടാക്കിയാലല്ലേ കുടുംബം കൂടുതൽ ഇമ്പമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ വഴക്കൊക്കെ കഴിഞ്ഞ്, ഇപ്പോൾ ചിലപ്പോൾ വലിയ വഴക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. 2 കട്ടിലേ പോയി കിടക്കുന്നവരുണ്ടായിരിക്കുമല്ലേ? പാടില്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് എത്ര വഴക്കുണ്ടാക്കിയാലും ഞാൻ ഒന്നിച്ചല്ലാതെ മാറി കിടക്കത്തില്ല. പക്ഷേ ഒന്നിച്ച് നമ്മൾ കിടന്നാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഒരു 3 ശ്വാസം കഴിഞ്ഞ് 4ാമത്തെ ശ്വാസം അവരുടെ കൂർക്കമ്പലിയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ പറഞ്ഞതിൻ്റെ ഇരട്ടി അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കതൊന്നും വിഷയമല്ല. അവരുടെ ഉറക്കത്തെ അത് ബാധിക്കത്തില്ല. അതിപ്പോൾ 4ാമത്തെ ശ്വാസത്തിന് അല്ലെ 3ാമത്തെ ശ്വാസത്തിന് കൂർക്കം വലിച്ച് സൂപ്പറായിട്ട് ഉറങ്ങും. നമ്മളോ, എന്നോടത് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഇന്നാൾ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ ചിന്തിച്ച് ആ ദിവസം മുഴുവൻ നമ്മൾ കളയും. ആർക്കാ പോയത്? അവർ ഭംഗിയായിട്ട് കിടന്നുറങ്ങുന്നു. നമ്മളോ നമ്മുടെ ഉറക്കം കളഞ്ഞ് നമുക്ക് തലവേദന എടുത്ത്, നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ, നമ്മുടെ പ്രഷർ, നമ്മുടെ കൊളസ്ട്രോൾ ഇതെല്ലാം വർദ്ധിപ്പിച്ച് നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം, പുരുഷനെയും സ്ത്രീയെയും ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത് അല്ലേ? നമ്മൾ പ്രകടമായ വ്യത്യാസങ്ങൾ തന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ആ മനോഭാവം ഒന്ന് ഓർത്ത് നോക്കി. ഇവർ കാണിച്ച പറഞ്ഞെങ്കിലും കഴിഞ്ഞു, ഉറങ്ങി, എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ അവരെ ചിന്തിക്കുന്നത് പോലും നമ്മൾ പിന്നെയും മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ അവരെ പോലെ ഒരു കുറച്ച് മറക്കാനും കുറച്ച് ഇത് വേണ്ടെന്ന് വെക്കാനും നമ്മൾ ശ്രമിച്ചാലും നല്ലൊരു സന്തോഷപ്രദമായ ജീവിതം നമുക്കും കിട്ടും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒത്തിരി ഇങ്ങനെ പഴയതൊക്കെ പറഞ്ഞ് ആലോചിച്ചൊന്നും ഞാനും കിടക്കത്തില്ല.
മാക്സിമം തീർന്നു പറഞ്ഞു തീർന്നു. അത് കഴിഞ്ഞ് ഭയങ്കര ദോസ്തുക്കളാണ്, വലിയ കൂട്ടുകാരാണ്. തീർത്ത് കുറച്ചേ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഹാപ്പി ന്യൂ ഇയർ. വരുന്ന ഈ പുതുവർഷം നമുക്ക് പുതുമയുള്ളതാകണമെങ്കിൽ, മറ്റുള്ളവർ നേരുന്ന ആ ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ കുറവുകളെ ബോധപൂർവം കുറച്ച് മാറ്റിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നെ ഇത്രയും സമയം കേട്ട എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നേരുന്നു. താങ്ക് യു.